നായകന്മാർ, ഈ ജാഥയിലെ സ്ഥിരാംഗങ്ങളായി ഇവിടെ എത്തിച്ചേർന്നുള്ള ബഹുവന്യ പണ്ഡിത മഹത്തുക്കൾ, പ്രഭാഷകർ, ഈ സായം സന്ധ്യയിൽ ഏറനാടിന്റെ പെരുമാറായ മഞ്ചേരിയിലേക്ക് ബഹുമാനപ്പെട്ട സുന്നി യുവജന സംഘത്തിന്റെ സംസ്ഥാന സെക്രട്ടറി ഷെയ്ഖുൽ ജാമിയ അലിബുദ്ദീൻ ഷേഖ് നയിക്കുന്ന മഹത്തായ ജാഥയെ സ്വീകരിക്കുന്നതിനു വേണ്ടി സജ്ജരായിരിക്കുന്ന പ്രിയപ്പെട്ട സുന്നത്ത് ജമാഅത്തിന്റെ കർമ്മോത്സുകരായ പ്രവർത്തകർ, ഈ സത്യസന്ദേശം ശ്രവിക്കുന്നതിനു വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട നല്ലവരായ ദീനീ തൽപരരായ സഹോദരങ്ങൾ, കേരളക്കരയിലെ ഇസ്ലാമിക നവോത്ഥാനത്തിന്റെ ശിലപാകിയ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ ഔദ്യോഗികമായ കീഴ്ഘടകമായ സുന്നി യുവജന സംഘം കേരളക്കരയിൽ 6 പതിറ്റാണ്ടുകാലത്തെ അതിന്റെ സേവന പ്രവർത്തനങ്ങളെ ജനസമക്ഷം സമർപ്പിച്ചുകൊണ്ട് പൈതൃകത്തിന്റെ 15ാം നൂറ്റാണ്ട് എന്ന പ്രമേയം ജനസമക്ഷം സമർപ്പിക്കുന്ന രീതിയിൽ വിശദീകരണ പ്രഭാഷണങ്ങളും അതുപോലെ തന്നെ സന്ദേശയാത്രകളും പൈതൃക പ്രയാണങ്ങളും സംഘടിപ്പിച്ചുകൊണ്ട് നാടും നഗരവും മുഖരിതമാക്കുന്ന ഒരു ചുറ്റുപാടിലാണ് ഇപ്പോൾ നമ്മളെല്ലാവരും ഉള്ളത്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ പ്രായവും സുന്നി യുവജന സംഘത്തിന്റെ പ്രായവും ഒക്കെ പരിശോധിക്കുമ്പോൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ 8.5 പതിറ്റാണ്ട് പിന്നിടുകയും സുന്നി യുവജന സംഘം 6 പതിറ്റാണ്ട് പിന്നിടുകയും ചെയ്യുമ്പോൾ ഈ 2 സംഘടനകളും ഈ സന്ദർഭത്തിൽ അഥവാ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയും അതിന്റെ പോഷക ഘടകങ്ങളും ജനങ്ങളോട് പറയുന്നത് 14 നൂറ്റാണ്ട് പിന്നിട്ട് കഴിഞ്ഞ് 15ാം നൂറ്റാണ്ടിൽ എത്തി നിൽക്കുന്ന അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ പ്രബോധന ചരിത്രമാണ്. ആ പ്രബോധനത്തിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ മഹത്തുക്കളായ നേതാക്കന്മാരുടെ ചരിത്ര പാരമ്പര്യവും പരിശോധിച്ചുകൊണ്ട് എവിടെയാണ് ദീനിന്റെ മഹിതമായ പാരമ്പര്യമുള്ളത് എന്ന് ജനസമൂഹത്തെ തെര്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഇത്തരം പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നവോത്ഥാനം അവകാശപ്പെട്ടുകൊണ്ട് സമ്മേളനം സംഘടിപ്പിക്കുന്നവരും നവോത്ഥാനത്തിന്റെ അവകാശവാദവുമായി എപ്പോഴും സമൂഹത്തിൽ പ്രത്യക്ഷപ്പെടുന്നവരും നമുക്കിടയിലുണ്ട്. നവോത്ഥാനം എന്ന് പറഞ്ഞാൽ പഴമകളെ തള്ളിപ്പറഞ്ഞുകൊണ്ട് നമ്മുടെ സമൂഹത്തിൽ പുതിയ ചിന്താധാരകൾ കൊണ്ടുവരലാണെങ്കിൽ വിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ അടിത്തറ അതല്ല. നമ്മൾ എപ്പോഴും ദീനുൽ ഇസ്ലാമിന്റെ പൈതൃക വശം കണ്ടെത്തേണ്ടത് പൂർവികരിൽ നിന്നാണ്. അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബിന്റെ പുണ്യ സ്വഹാബത്തിന്റെ ഗണത്തിൽപ്പെട്ട പ്രമുഖനായിരുന്ന അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു തന്റെ പ്രിയപ്പെട്ട സഹചരന്മാരോട് പോലും പറഞ്ഞു, നിങ്ങളിൽ ആരെങ്കിലും വിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ ചര്യ മുറുകെ പിടിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മൻ കാന മിൻകും മുസ്തന്നൻ ഫൽയസ്തന്ന ബിസുന്നതി മൻ ഖദ് മാത് എന്നാണ്. മരണമടഞ്ഞുപോയ നമ്മുടെ പൂർവികരുടെ ചര്യയെ നിങ്ങൾ മുറുകെ പിടിക്കണമെന്നാണ് പറഞ്ഞത്. നമ്മുടെ സമൂഹത്തിലെ പൂർവ്വഗാമികളായ ആളുകളുടെ ചര്യ മുറുകെ പിടിക്കണം. ആ ചര്യ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ മാത്രമേ സത്യത്തിന്റെ ധർമ്മത്തിന്റെ പന്ഥാവ് നേരാമെന്ന് നിലനിർത്തുവാൻ നിങ്ങൾക്ക് സാധിക്കൂ എന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞു, ജീവിച്ചിരിക്കുന്നവരിൽ നിന്ന് പോലുമല്ല നിങ്ങൾ പകർത്തേണ്ടത്. ഫഇന്നൽ ഹയ്യ ലാ യുഅ്മിനു അലൈഹിൽ ഫിത്ന. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ആരെയാണ് ഞാൻ അർത്ഥമാക്കുന്നത്? ഉലൈക അസ്ഹാബു മുഹമ്മദിൻ. അത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അസ്ഹാബനെയാണ്, സ്വഹാബത്തിനെയാണ്. അവരെ മാതൃകയാക്കുന്ന ഒരു തലമുറയാണ് നമ്മുടെ സമൂഹത്തിൽ വിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ പ്രബോധന പ്രവർത്തനം നിർവഹിച്ചത് എന്ന് ഈ കൊച്ചു കൈരളിയുടെ ഇസ്ലാമിക പ്രബോധന ചരിത്രം പഠിക്കുന്ന ഏതൊരു കുട്ടിക്കും ബോധ്യപ്പെടും. കേരളത്തിലേക്ക് ഇസ്ലാം കൊണ്ടുവന്ന മഹത്തുക്കളുടെ ചരിത്രം നമ്മുടെ മുമ്പിൽ സുവിദിതമാണ്. മാലിക് ഇബ്നു ദിനാർ റളിയല്ലാഹു തആല അൻഹു അവിടുത്തെ സഹപ്രവർത്തകരും അവര് നമ്മുടെ നാടുകളിൽ വന്ന വിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ കേന്ദ്രങ്ങളായ പള്ളികൾ നിർമ്മിച്ച് ആ പള്ളികളിൽ ജനങ്ങൾക്ക് ഇസ്ലാമിക നേതൃത്വം കൊടുത്ത് ഈ ജനങ്ങളെ ദീനിയായി ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള ജനകീയ പ്രബോധന പ്രവർത്തനമാണ് നിർവഹിച്ചത്. ആ ജനകീയ പ്രബോധന പ്രവർത്തനം പിന്നീട് അക്കാദമിക തലത്തിലേക്ക് ഏറ്റെടുത്തുകൊണ്ട് ജനസമൂഹത്തിന് ദീൻ പഠിപ്പിച്ചു കൊടുക്കുന്ന വിദ്യാഭ്യാസ സമ്പ്രദായം ഇവിടെ കൊണ്ടുവന്നത് മഖ്ദൂമി കാലഘട്ടത്തിലാണ് എന്ന് ചരിത്രം പറയും. മഖ്ദൂമുമാർ ഈ സമൂഹത്തിന് ദീൻ പകർന്നു കൊടുത്തു. 2 മഖ്ദൂമുമാർ, പ്രധാനപ്പെട്ട ഒരുപാട് മഖ്ദൂമുമാരുണ്ടെങ്കിലും അബൂ യഹ്യ സൈനുദ്ദീൻ ഇബ്നു അലി എന്നറിയപ്പെടുന്ന 1-ാം മഖ്ദൂമും ഷെയ്ഖ് അഹമ്മദ് സൈനുദ്ദീൻ എന്ന് പറയുന്ന 2-ാം മഖ്ദൂമും ഈ ചരിത്രത്തിൽ നിർവഹിച്ച സേവനം സുവിദിതമാണെന്ന് മാത്രമല്ല സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ സ്ഥിരപ്രതിഷ്ഠ നേടിയത്. ആ 2 മഖ്ദൂമുമാർ അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ എവിടുന്ന് കൊണ്ടുവന്നു എന്ന് പഠിക്കണം നമ്മൾ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഓരോ കാലഘട്ടത്തിലും വിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ പൂർവ്വകാല വിശ്വാസത്തെ പുനർജനിപ്പിക്കുന്നതിന് വേണ്ടി നമ്മുടെ സമൂഹത്തിന്റെ മനസ്സിൽ നിന്ന് മാഞ്ഞുകൊണ്ടിരിക്കുന്ന വിശ്വാസത്തെ ഒന്നുകൂടി തേച്ചുമിനിക്ക് ഭംഗിയാക്കി സമൂഹത്തിന് സമർപ്പണം ചെയ്യുന്നതിന് വേണ്ടി മുജദ്ദിദീങ്ങളായി
അവരാണ് യഥാർത്ഥ പരിഷ്കർത്താക്കൾ, അവരാണ് യഥാർത്ഥ നവോത്ഥാന നായകന്മാർ. നൂറ്റാണ്ടുകളുടെ നവോത്ഥാന നായകന്മാരെ കുറിച്ച് അള്ളാഹുവിന്റെ പരിശുദ്ധതയിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. മഹാനായ ഇമാം സുബക്കി തങ്ങൾ തബക്കാത്തിലൊക്കെ മനോഹരമായി നവോത്ഥാന നായകന്മാരെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ കണ്ടു 9-10 നൂറ്റാണ്ടുകളുടെ നവോത്ഥാന നായകന്മാർ. തർക്കമില്ലാത്ത വിധം 9-ാം നൂറ്റാണ്ടിന്റെ മുജദ്ദിദാണ് ബഹുമാനപ്പെട്ട ഷെയ്ഖുൽ ഇസ്ലാം സക്കരിയ അൻസാരി തങ്ങൾ. 10-ാം നൂറ്റാണ്ടിന്റെ മുജദ്ദിദാണ് ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ അൽ ഹൈതമി തങ്ങൾ. ഈ രണ്ട് മഹത്തുക്കളും 2 നൂറ്റാണ്ടിന്റെ പ്രസിദ്ധരായ മുജദ്ദിദീങ്ങളാണ്. ഈ നൂറ്റാണ്ടിലെ 9-ാം നൂറ്റാണ്ടിന്റെ പ്രഗത്ഭനായ ചരിത്രം അറിയുന്ന, വളരെ വ്യക്തമായും ആർക്കും രണ്ടഭിപ്രായമില്ലാത്ത മുജദ്ദിദായ ഷെയ്ഖ് സക്കരിയ അൽ അൻസാരി തങ്ങളുടെ ശിഷ്യത്വം സ്വീകരിച്ച കേരളക്കരയിലെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ നവോത്ഥാന നായകന്മാരിൽ ഒരാളാണ് നാമൊക്കെ ചരിത്രത്തിൽ അറിയപ്പെടുന്ന 1-ാമത്തെ മഖ്ദൂം എന്ന് പറയുന്ന അബൂ യഹ്യ സൈനുദ്ദീൻ ഇബ്നു അലി. അദ്ദേഹത്തിന്റെ ഗുരുനാഥൻ ചരിത്രം രേഖപ്പെടുത്തിയ 9-ാം നൂറ്റാണ്ടിന്റെ മുജദ്ദിദ്. അതുപോലെ തന്നെ 2-ാമത്തെ മഖ്ദൂമിന്റെ പ്രധാനപ്പെട്ട ഗുരുനാഥനായ ഇബ്നു ഹജർ അൽ ഹൈതമി തങ്ങളാണ്. അദ്ദേഹത്തെക്കുറിച്ച് വളരെ മനോഹരമായി ചരിത്രം പറയുന്നു. 10-ാം നൂറ്റാണ്ടിന്റെ മുജദ്ദിദാണ് അദ്ദേഹം. ഈ 2 പേരെക്കുറിച്ചും അഭിപ്രായാന്തരം ആർക്കുമില്ല. ആ 2 മഹാപരിഷ്കർത്താക്കളിൽ നിന്നും ഈജിപ്തിന്റെ മണ്ണിൽ വെച്ച് ഇൽമു പഠിച്ചുകൊണ്ട് ഇവിടെ കടന്നു വന്നുകൊണ്ട് വിശുദ്ധ ദീനുൽ ഇസ്ലാം പ്രബോധനം ചെയ്ത മഹാപണ്ഡിതരായ ആ 2 മഹ്ദൂമാർ ഇവിടെ ദീൻ പ്രചരിപ്പിക്കുന്ന കാലത്ത് കേരളത്തിൽ അവരുടെ പള്ളി ദർസുകളിൽ പോയി ഒരുപാട് ആളുകൾ വിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ കുറിച്ച് പഠിച്ചു. അവർ ഇസ്ലാമിന്റെ പ്രബോധന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം വഹിച്ചു. ആ മഖ്ദൂമുമാർ ഈ ലോകത്തോട് വിട പറയുമ്പോഴും കേരളത്തിൽ വിശുദ്ധ ദീനുൽ ഇസ്ലാം അറിയുന്ന, ഇസ്ലാമിക പ്രബോധനത്തിന് നേതൃത്വം കൊടുക്കാൻ കേൾപ്പുള്ള ഒരു വലിയ പണ്ഡിത നിര ഇവിടെ ശേഷിക്കുന്നു. ഓരോ ഗ്രാമത്തിലും ഓരോ പണ്ഡിതന്മാരെ ശരിക്കും സൃഷ്ടിച്ചുകൊണ്ടാണ് അവർ കടന്നുപോയത്. പൊന്നാനിലെ മഖ്ദൂമിന്റെ വിളക്കത്തിരുന്നുകൊണ്ട് സനദ് നേടിയ ആളുകളാണ് കേരളക്കരയിലെ നാനാഭാഗങ്ങളിൽ എന്തിനധികം മലയാളികൾ താമസിക്കുന്ന ഏതൊരു പ്രദേശത്തും ദീനിന്റെ പ്രഭ പരത്തിയത്. ആ ഒരു മലയാളി ചുവ, ദീനിയ ഒരു ആവേശം നമ്മുടെ കേരളക്കരയിൽ ജനിച്ചു വളർന്ന മലയാളി ജീവിക്കുന്ന ഓരോ പ്രദേശത്തും കാണാമല്ലോ. മലയാളികൾ കുടിയേറി പാർത്ത ഏത് പ്രകൃതികളും രാജ്യം നമ്മുടെ കേരളത്തിൽ പറയുമെന്ന് ചിരിക്കാനെ കൊണ്ടൊപ്പമല്ല, പരിശോധിക്കാമല്ലോ. കേരളത്തിന്റെ ഗ്രാമപ്രദേശങ്ങളിൽ ഇന്ന് വേരുടെ വാർക്ക ഓരോ ശതത്തെ കേരളത്തിലും ഇവിടെ മതിയുണ്ടാവും. ആ സംഘടനയെ സംബന്ധിച്ചിടത്തോളം ഇന്നുവരെ പ്രവർത്തനങ്ങളെ വിലയിരുത്തിയ ആളുകൾക്ക് വളരെ വ്യക്തമായി അറിയാം, വിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ നേർപ്പാത പറഞ്ഞു കൊടുക്കുകയും നിസ്വാർത്ഥരായ നായകന്മാർ നയിക്കുകയും ചെയ്തു എന്ന കാരണം ഈ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ നയിച്ച നവോത്ഥാന വിപ്ലവങ്ങളെ കുറിച്ച് നോക്കുക. നവോത്ഥാനം അവകാശപ്പെടാൻ നമ്മുടെ സമൂഹത്തിൽ പലരുമുണ്ടാകും. ഈ കേരളത്തിന്റെ ചരിത്ര പൈതൃകം പഠിച്ചാൽ കാണാൻ കഴിയും. കേരളീയ മുസ്ലിം ഉമ്മത്തിന് സാഹിത്യ രംഗത്തും സാമൂഹ്യ രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും അതുപോലെ തന്നെ ഏതൊക്കെ ഒരു സമൂഹത്തിന്റെ പുരോഗതിക്ക് അനുഗുണമായ മേഖലകളാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. കേരളത്തിന്റെ ആദ്യകാല ചരിത്രം പഠിച്ചു വെച്ച് നോക്ക് നിങ്ങൾ. മഖ്ദൂമിങ്ങളെ പള്ളി ദർസും അതിൽ നിന്ന് പഠിച്ച പണ്ഡിതന്മാരുമല്ലാതെ ദീൻ പഠിക്കുന്ന മേഖല എവിടെയായി ഇവിടെ ഉണ്ടായിരുന്നത്? ആർക്കാണ് ഇവിടെ വ്യാപകമായി ദീൻ പഠിപ്പിക്കാൻ സംവിധാനം ഉണ്ടാക്കാൻ കഴിഞ്ഞത്? ഇന്നലെയുള്ള ചരിത്രം പരിധി നോക്ക്. ഒരു പ്രദേശത്ത് ഒരു പള്ളി ഉണ്ടെങ്കിൽ ആ പള്ളിയിൽ ഒരു പള്ളി ദർസ്, ആ പള്ളി ദർസിൽ നേതൃത്വം കൊടുക്കുന്ന ഒരു പണ്ഡിതൻ, ആ പണ്ഡിതനെ അംഗീകരിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു ജനസമൂഹം. അതുകൊണ്ട് തന്നെ ആ കാലഘട്ടത്തിലെ മുസ്ലിം ഉമ്മത്തിന് നേതൃത്വമുണ്ടായിരുന്നു. ആ നേതൃത്വത്തെ എല്ലാവരും അംഗീകരിച്ചിരുന്നു. സാമൂതിരി മഹാരാജാവിന്റെ കാലഘട്ടത്തിന്റെ ചരിത്രം പരതുമ്പോൾ ചരിത്ര പുസ്തകം നമ്മളോട് പറയുന്നു, മുസ്ലിം സമൂഹത്തിന്റെ പ്രശ്നത്തിൽ തീർപ്പ് കൽപ്പിക്കാൻ സാമൂതിരി പണ്ഡിതന്മാർക്ക് അവകാശം കൊടുത്തിരുന്നു. അത് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി എന്ന ഒരു ചൊല്ല് പഴയ പുസ്തകങ്ങളിൽ കാണാൻ കഴിയും. നമ്മളതൊരു തമാശാ വചനമാക്കി. പക്ഷേ സാമൂതിരി മഹാരാജാവിന്റെ കാലത്ത് മുസ്ലിം സമൂഹത്തിന്റെ മുമ്പിൽ ഒരു പ്രശ്നമുണ്ടെങ്കിൽ തീർക്കാൻ പള്ളിയിലെ ഗുരുനാഥന് പൂർണ്ണാവസരം കൊടുക്കുന്ന ഒരു ചുറ്റുപാടുണ്ടായി. അദ്ദേഹം ആ കാര്യത്തിൽ തീരുമാനം പറഞ്ഞാൽ സമൂഹം അത് അംഗീകരിച്ചിരിക്കണം. അതുകൊണ്ട് തന്നെ മുസ്ലിങ്ങളുടെ പ്രശ്നത്തിൽ എന്തെങ്കിലും ഒരു തർക്കവുമായി സാമൂതിരി പാടിന്റെ ദർബാറിൽ വരട്ടെ, അദ്ദേഹം അത് ഏറ്റെടുക്കില്ല. മാത്രമല്ല പള്ളിയോ അതുപോലെ തന്നെ പണ്ഡിതന്മാരോ
എന്തെങ്കിലും ഒരു തീരുമാനം ഒരു വിശ്വാസിയെക്കുറിച്ച് എടുത്തു കഴിഞ്ഞാൽ ആ തീരുമാനത്തിൽ പിന്നെ പരാതിയുമായി ചെന്ന് സാമൂതിരിപ്പാടിന്റെ ദർബാറിലോ അദ്ദേഹത്തിന്റെ സാമന്തന്മാർക്ക് മുമ്പിലോ അത് അവതരിപ്പിക്കാൻ പോലും ആർക്കും അവകാശമുണ്ടായിരുന്നില്ല. പഴയകാല ചരിത്രം പഠിച്ചു നോക്കുമ്പോൾ നമുക്കറിയാം എന്തേ അത്തരമൊരു വിശ്വാസം, എന്തേ ആ രീതിയിലുള്ള ഒരു താല്പര്യം ആ കാലഘട്ടത്തിൽ ജനസമൂഹത്തിൽ ഉണ്ടായി. പണ്ഡിതന്മാർ സമൂഹത്തെ നയിച്ചപ്പോൾ ഉലമാക്കളും ഉമറാക്കളും തോളോട് തോളിരുമ്പി നിന്നപ്പോ ദീൻ അവരുടെ കയ്യിലാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടത് പഠിച്ച സാധാരണക്കാർ അവർക്ക് അംഗീകാരം കൊടുത്തു. ഈ വിശ്വാസത്തെ തകർക്കുന്ന പ്രവണതയല്ലേ പിന്നീട് ഇവിടെ വന്നത്? മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിച്ച പാരമ്പര്യത്തെ ധിക്കരിക്കുന്ന പ്രവർത്തനമായിരുന്നു നവോത്ഥാനം. ആലിമീങ്ങളുടെ കീഴിൽ നിന്നിരുന്നൊരു സമൂഹത്തെ ഉലമാഇനെ കുറിച്ച്, ഈ സമൂഹത്തിലെ പണ്ഡിത വരേണ്യരെ കുറിച്ച് വളരെ മോശമായി ചിത്രീകരിച്ചുകൊണ്ട് സമൂഹത്തിൽ അവർ ശിർക്ക് പ്രചരിപ്പിക്കുന്നവരാണെന്ന് പറഞ്ഞു പരത്തി ജനങ്ങളുടെ മനസ്സിൽ അവരോടുള്ള വിശ്വാസം നഷ്ടപ്പെടുത്തുകയല്ലേ സത്യത്തിൽ ചെയ്തത്? ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും ഈ സമൂഹത്തെ ആരോപണ വിധേയരാക്കിയ ആളുകൾ അന്നവരെ ഉമ്മത്ത് മുന്നോട്ട് കൊണ്ടുപോയിരുന്ന ഐക്യത്തെയല്ലേ തകർക്കാൻ ശ്രമിച്ചത്? ആ ഒരുമ തകർത്തതുകൊണ്ട് നമ്മുടെ കേരളത്തിലെ മുസ്ലിങ്ങളിൽ ഭിന്നതയുണ്ടായി എന്നല്ലാതെ മറ്റെന്താണ് സംഭവിച്ചത്? 1920-കൾ വരെയുള്ള ചരിത്രമെന്ന് പഠിക്കൂ. ചരിത്ര വിദ്യാർത്ഥികൾക്ക് പഠിക്കാനെന്ന് സൗകര്യമുണ്ടല്ലോ, അന്വേഷണത്തിന് സംവിധാനമുണ്ടല്ലോ നമ്മുടെ നാട്ടിൽ. രണ്ടാമത്തെ മഖ്ദൂമ മരണപ്പെട്ട് 3.5 നൂറ്റാണ്ടുകാലം. 3.5 നൂറ്റാണ്ടുകാലം എന്ന് പറയുമ്പോൾ 350 കൊല്ലമില്ലേ? ഒരു വർഷമോ 2 വർഷമോ അല്ല, 350 കൊല്ലം. കേരളത്തിന്റെ ചരിത്രമെന്ന് പഠിക്കാൻ എന്തുകൊണ്ട് നമുക്ക് തയ്യാറായിക്കൂടാ? ആചാരങ്ങളിലോ അനുഷ്ഠാനങ്ങളിലോ വിശ്വാസങ്ങളിലോ ഈ കൊച്ചു കേരളക്കരയിൽ 3.5 നൂറ്റാണ്ടുകാലം ഈ മുസ്ലിം ഉമ്മത്തിന് വല്ല അഭിപ്രായാന്തരങ്ങളും ഉണ്ടായിട്ടുണ്ടോ? ആരെങ്കിലും തൽവിഷയമായി തർക്കിച്ചിട്ടുണ്ടോ? മുസ്ലിം ഉമ്മത്തിന് അങ്ങനെ ഒരു തർക്കം എവിടെയും ഉള്ളതായി നമ്മൾ കണ്ടിട്ടില്ലല്ലോ. ഈ 3.5 നൂറ്റാണ്ടിന് ശേഷം പിന്നെ നമ്മുടെ കേരളത്തിൽ ആരായി തർക്കം കൊണ്ടുവന്നത്? നമ്മുടെ നാട്ടിൽ മൗലിദാഘോഷത്തെക്കുറിച്ച്, അതുപോലെ തന്നെ മഹാന്മാരുടെ മഖ്ബറകൾ സിയാറത്ത് ചെയ്യുന്നതിനെക്കുറിച്ചും ഈ സമൂഹത്തിന്റെ മുമ്പിൽ ഈ അഭിപ്രായ വ്യത്യാസം ഉണ്ടാക്കിയതാരാ? സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമ എന്നൊരു സംഘടന പിറവിയെടുക്കേണ്ട ആവശ്യമില്ലാത്ത വിധം നമ്മുടെ ഈ കൊച്ചു കേരളക്കരയിലെ മുസ്ലിം ഉമ്മത്ത് ഒറ്റക്കെട്ടായിട്ടല്ലേ നിന്നിരുന്നത്? അനൈക്യമെന്ന ഒന്ന് ഈ സമൂഹത്തിന് അറിയുമായിരുന്നില്ലല്ലോ. പിന്നെ എന്തിനീ സമൂഹത്തെ ഈ വിധം ഭിന്നിപ്പിച്ചു? ആ ഭിന്നിപ്പിച്ചവർ തന്നെ ഇന്ന് ഭിന്നിച്ച് കഷ്ടങ്ങളായി നേരത്തെ ഇവിടെ പരിഹാസ്യ രൂപേണ ചിത്രീകരിക്കപ്പെട്ട ഒരു സമൂഹമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നത് ഞാൻ പറയാതെ ഇവിടെ കൂടി നിൽക്കുന്ന മുഴുവൻ ആളുകൾക്കും അറിയാമല്ലോ. എന്തിന്റെ പേരിലാണ് ഈ സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കിയത്? മാത്രമല്ല, സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ചരിത്രം പഠിക്കും ഏതൊരാൾക്കും അറിയാം, നമ്മൾ ആരെയും വിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ പന്ഥാവിൽ നിന്ന് പുറത്താക്കാൻ പോയിട്ടില്ല. അത്തരമൊരു അവിവേകം ഒരിക്കലും സമത്വം ചെയ്തിട്ടില്ല. ഈ സമൂഹത്തെ മുഴുവൻ നോക്കിക്കൊണ്ട് ഇവർ ഇസ്ലാമിന്റെ പടിക്ക് പുറത്താണെന്ന് അന്നും ഇന്നും ഒരേപോലെ മുശ്രിക്ക് എന്ന പദം ഉപയോഗിച്ചുകൊണ്ട് പ്രസംഗിക്കുകയും എഴുതുകയും ചെയ്യുന്ന ആളുകൾ, മക്കാ മുശ്രിക്കീങ്ങൾക്ക് മേലിറങ്ങിയ ആയത്തുകൾ മുഴുവൻ ഈ സമൂഹത്തിന്റെ മേൽ ചാർത്തുന്നവർ, യദ്ഹബൂന ഇലാ ആയാത്തിൻ നസലത ഫിൽ മുശ്രിക്കീൻ എന്ന് അല്ലാഹുവിന്റെ പ്രവാചകർ പറഞ്ഞ പോലെ മക്കാ മുശ്രിക്കീങ്ങൾക്ക് മേലിറങ്ങിയ ആയത്തുകളെ അവർ തേടിപ്പോവുകയും വയഹ്മിലൂനഹാ അലൽ മുഅ്മിനീൻ, അത് മുഅ്മിനീങ്ങളുടെ മേൽ ചുമത്തുകയും ചെയ്യുമെന്ന് പറയുന്ന ആളുകൾ. ആ രീതിയിൽ മുസ്ലിം ഉമ്മത്തിന്റെ മേൽ ഈ ആരോപണം ചുമത്തിക്കൊണ്ട് നമ്മളെ മുഴുവൻ ഇസ്ലാമിന്റെ പടിക്ക് പുറത്തു നിർത്തുന്ന വിവേകശൂന്യമായ പ്രവർത്തനത്തിന് ആരാ നേതൃത്വം കൊടുത്തത്? എന്നിട്ട് സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമയ്ക്കെതിരെ ആരോപണം ഉന്നയിച്ചവർ പഴഞ്ചൻ പണ്ഡിതന്മാർ ഈ സമൂഹത്തെ വിശ്വാസപരമായി ഒരു പുറകോട്ട് നയിച്ചുവെന്ന് പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, സമൂഹത്തെ വിശ്വാസപരമായി പുറകോട്ടല്ലേ നയിക്കേണ്ടത്? ഖൈറുൽ ഖുറൂനി ഖർനി എന്ന് പരിശുദ്ധ പ്രവാചകർ പറഞ്ഞാൽ എന്റെ നൂറ്റാണ്ടാണ് ഏറ്റവും ഉത്തമ നൂറ്റാണ്ടെന്ന് പറയുമ്പോൾ ആ നൂറ്റാണ്ടിലെ വിശ്വാസമല്ലേ നമ്മുടെ സമൂഹം മുറുകെ പിടിക്കേണ്ടത്? എത്ര തവണ ആവർത്തിച്ചുകൊണ്ട് പരിശുദ്ധ പ്രവാചകർ പല രീതിയിൽ ഈ സമൂഹത്തെ പഠിപ്പിച്ചു. ലാ യസ്ലഹു ആഖിറു ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിന്റെ അവസാന വിഭാഗക്കാർ ഒരിക്കലും നന്നാവുകയില്ല. അവർ നന്നാകണമെങ്കിൽ ഇല്ലാ ബിമാ സ്വലഹ ബിഹി അവ്വലുഹാ, ഈ സമുദായത്തിന്റെ ആദ്യകാലക്കാർ എങ്ങനെ നന്നായി അതുകൊണ്ടല്ലാതെ പിൽക്കാല സമൂഹം നന്നാവുകയില്ല എന്ന് പരിശുദ്ധ ദീനുൽ ഇസ്ലാം പഠിപ്പിക്കുമ്പോ എന്നെ ശ്രമിച്ചു നിൽക്കുന്ന പ്രിയപ്പെട്ട സഹപ്രവർത്തകരോട്ട് നോക്കും. പൂർവ്വഗാമികളെ തള്ളിപ്പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുമോ നമുക്ക്? പിന്നെ നാം ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം എന്ന് പറയുന്നതിന് എന്ത് അർത്ഥമാണുള്ളത്? ഇവിടെ ഇവർക്ക് സംഭവിച്ചു പോയത്, മഹാന്മാരെ ആദരിക്കുവാനും അംഗീകരിക്കുവാനും ഒരു സമൂഹം മുന്നോട്ട് വന്നപ്പോ ആ ആദരവിനെയും അംഗീകാരത്തെയും അവർ സമൂഹത്തിൽ മറ്റൊരു രീതിയിൽ ചിത്രീകരിച്ചുകൊണ്ട് ആരാധനാരൂപേണ ചിത്രീകരിച്ചു. അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പോലും പറഞ്ഞു അത്തിഉല്ലാഹ വ അത്തിഉർ റസൂൽ എന്ന് പറഞ്ഞു. അള്ളാഹുവിനെ അനുസരിക്കണം, പ്രവാചകനെ അനുസരിക്കണം. രണ്ടും ഒരുപോലെയാണോ? അള്ളാഹുവിനെ അനുസരിക്കുന്നത് പോലെയാണോ പ്രവാചകർക്ക് അനുസരിക്കേണ്ടത്? അള്ളാഹുവിന് സുജൂദ് ചെയ്യണം. പരിശുദ്ധ പ്രവാചകർക്ക് സുജൂദ് ചെയ്യാൻ പറ്റുമോ?
അത്തിഉല്ലാഹ വ അത്തിഉർ റസൂല, നിങ്ങൾ അല്ലാഹുവിനെ അനുസരിക്കുക, അതുപോലെ തന്നെ പ്രവാചകരെയും അനുസരിക്കുക. രണ്ടിനും ഒരുപോലെ കണക്കാക്കിക്കൊണ്ട് നമ്മൾ മഹാന്മാരോട് സഹായാർത്ഥന നടത്തുന്നതും പടച്ചറപ്പിനോട് സഹായാർത്ഥന നടത്തുന്നതും ഒരേ രീതിയിൽ ചിത്രീകരിച്ചുകൊണ്ട് സമൂഹത്തിൽ ആദരവും ആരാധനയും കൂട്ടിക്കൊടുക്കാൻ ചില ആളുകൾ വന്നു. സത്യത്തിൽ നമ്മുടെ സമൂഹത്തിലുണ്ടായ ഏറ്റവും വലിയ അപകടം അതല്ലേ? ആരാധന വരെ ആദരവ് വരെ. വിശുദ്ധ ഖുർആനിൽ വരെ പ്രയോഗങ്ങൾ വളരെ മനോഹരമായി പരിശോധിച്ചാൽ ഞാൻ തന്നെ സൂചിപ്പിച്ചില്ലേ, അത്തിഉല്ലാഹ വ അത്തിഉർ റസൂൽ. അറബി ഭാഷ മാത്രം പഠിച്ചുകൊണ്ട് ഒരാൾ അതിനർത്ഥം വെച്ചാൽ എങ്ങനെയുണ്ടാകും? അള്ളാഹുവിനെ അനുസരിക്കലും പ്രവാചകനെ അനുസരിക്കലും രണ്ടും ഒരുപോലെ, രണ്ടും ഒരേ അർത്ഥത്തിലും ഒരേ അളവിലുമാണോ? അള്ളാഹുവിന് വണങ്ങണം, പ്രവാചകർക്ക് വഴങ്ങണം. വഴക്കവും വണക്കവും രണ്ടും രണ്ടല്ലേ? അനുസരണ മനോഭാവം, പ്രവാചകരെ എങ്ങനെ സ്നേഹിക്കണം, എങ്ങനെ ബഹുമാനിക്കണം, പ്രവാചകർ പറഞ്ഞത് കേട്ടുകൊണ്ട് പ്രവർത്തിക്കണം. നേരെ മറിച്ച് പടച്ചിറപ്പിനെ കുറിച്ചുള്ള നമ്മുടെ സങ്കല്പം, അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബിനെ കുറിച്ചുള്ള നമ്മുടെ സങ്കല്പം രണ്ടും രണ്ടല്ലേ? എന്നിട്ടും അല്ലാഹു അത്തിഉല്ലാഹ വ അത്തിഉർ റസൂല എന്ന് പ്രയോഗിക്കുമ്പോ നമ്മൾ ആരെങ്കിലും ഒരു മഹാനോട് സഹായത്തിന് നടത്തിക്കഴിഞ്ഞാൽ അത് അള്ളാഹുവിനോട് സഹായം തേടുന്നത് പോലെ, അയാളെ അള്ളാഹുവിന്റെ സ്ഥാനത്തേക്ക് ഉയർത്തിയതുപോലെ നമ്മുടെ സമൂഹത്തിൽ ചിത്രീകരിച്ചുകൊണ്ട് ഈ സമൂഹ മധ്യത്തിൽ അഭിപ്രായാന്തരമുണ്ടാക്കി അത് മാത്രം വിഷയമാക്കി അന്ധവിശ്വാസം, അനാചാരം എന്നീ രണ്ട് പദങ്ങൾ മാത്രം പ്രയോഗിച്ചുകൊണ്ട് സമൂഹത്തിൽ നവോത്ഥാനം ഞങ്ങൾ ഉണ്ടാക്കി എന്ന് പറയുന്ന ആളുകൾ ചിന്തിക്കണം. ഈ നവോത്ഥാനത്തിന്റെ ചിന്തകന്മാർ സമൂഹത്തിൽ പ്രവർത്തനക്ഷമമായ രീതിയിൽ മുന്നോട്ട് വരുന്നതിന്റെ മുമ്പ് നമ്മുടെ പൂർവ്വഗാമികളായ മഹാപണ്ഡിതന്മാർ ഈ സമൂഹത്തോട് പറഞ്ഞല്ലോ, ഒരു അന്ധവിശ്വാസം, ഒരു അനാചാരം ഈ ഉമ്മത്ത് വെച്ച് പുലർത്താൻ പാടില്ല. അപകടകരമായ രീതിയിൽ സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന ചിന്തകൾക്കെതിരെ ഈ സമൂഹത്തിന്റെ മുമ്പാകെ ഉത്ബോധനം നടത്തിയവരാണ് സമത്വ കേരള ജമിയത്തുലമയുടെ പൂർവ്വകാല ആലിമീങ്ങൾ. സമത്വ എന്ന സംഘം പിറക്കുന്നതിന്റെ മുമ്പ് തന്നെ 1920-കൾക്ക് മുമ്പ് തന്നെ ഈ സമൂഹത്തിന്റെ മധ്യേ ഇത്തരം ഉത്ബോധനങ്ങളുമായി പണ്ഡിതന്മാർ രംഗത്തുണ്ടായിരുന്നല്ലോ. അവർ സംഘടന രൂപീകരിച്ചുകൊണ്ട് സമൂഹത്തെ പ്രാന്തവൽക്കരിക്കാൻ ശ്രമിച്ചില്ല. അവർ സംഘടന രൂപീകരിച്ചുകൊണ്ട് സമൂഹത്തെ മറ്റു മാർഗങ്ങളിലേക്ക് ക്ഷണിച്ചില്ല. മറിച്ച് എന്തുകൊണ്ട് അവർ പിന്നീട് സംഘടന രൂപീകരിക്കാൻ നിർബന്ധിതരായി? കാരണം പരിശോധിച്ചാൽ കാണാൻ കഴിയും. ഈ കേരളത്തിന്റെ മണ്ണിൽ ഈ സംഘടനകൾ സംഘടിത രൂപത്തിൽ കടന്നു വന്നുകൊണ്ട് നമ്മുടെ സമൂഹത്തിന്റെ വിശ്വാസധാരയെ തെറ്റായി ചിത്രീകരിക്കാൻ സംഘടിത രൂപം പ്രാപിച്ചപ്പോ മഹാനായ വരക്കൽ മുല്ലക്കോയത്തങ്ങൾ പണ്ഡിതന്മാരെ വിളിച്ച് ശരിക്കും ഉത്ബോധനം നടത്തി ഇതിന് ഒരു പരിഹാരമുണ്ടാക്കണമെന്ന് നിർദ്ദേശിച്ചതിന്റെ ശേഷമാണ് മഹാന്മാരായ ആലിമീങ്ങളുടെ മുഷാവറയുടെ ഒരു ഉൽപ്പന്നമെന്ന രീതിയിൽ സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന പണ്ഡിത സഭ പിറവിയെടുക്കുന്നത്. ആ പണ്ഡിത സഭ പിറവിയെടുത്ത ശേഷം സമത്വ എന്തു ചെയ്തു? എന്തായിരുന്നു സുന്നിയുടെ സംഘടന ചെയ്തത്? ഈ 6 പതിറ്റാണ്ട് കാലത്തെ അല്ലെങ്കിൽ 8.5 പതിറ്റാണ്ടിലധികം നീണ്ടു നിൽക്കുന്ന സമത്വയുടെ ഈ പ്രവർത്തന രംഗത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിഞ്ഞു എന്ന ഒരു ചോദ്യം നമ്മുടെ മുമ്പിലുണ്ടെങ്കിൽ ആ ചോദ്യം ശരിക്ക് ഇന്നത്തെ പൊതുസമൂഹത്തിന് മുമ്പിൽ ഉയർത്തപ്പെടുമ്പോൾ മറുപടി പറയാൻ കേൾപ്പുള്ളൊരു സമൂഹമായി സമത്വയും അതിന്റെ കീഴ്ഘടകങ്ങളും വളർന്നിരിക്കുന്നു എന്ന് പഠിക്കണം നമ്മൾ. കേവലം ഇന്നും ജിന്ന് പിശാച്ച് പോലുള്ള ചില വിഷയങ്ങളിൽ മാത്രം അവലംബിതരായി സമൂഹത്തിന്റെ മുമ്പാകെ ഉത്ബോധന നടത്തുന്ന ആളുകൾ പഠിക്കണം. ഈ കേരളക്കരയിലെ മുസ്ലിം സമൂഹത്തിന് വിദ്യാഭ്യാസത്തിന്റെ നവോത്ഥാന നൗക പണിത് കൊടുത്തു സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമ. ഗ്രാമഗ്രാമാന്തരങ്ങളിലേക്ക് നോക്കൂ. ഏത് ഗ്രാമത്തിൽ നിങ്ങൾ ചെന്നാലും മതം പഠിക്കാൻ ഒരു സംവിധാനം. ആ മതപഠനം കേരളത്തിൽ വ്യാപകമായി നടത്തിയത് ആരെന്ന ചോദ്യത്തിന്റെ വ്യക്തമായ മറുപടി സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമ തന്നെയാണെന്ന് സമ്മതിക്കേണ്ടി വരും. അതിന്റെ തെളിവായി കേരളത്തിലെ മദ്രസകളുടെ കണക്കെടുത്ത് നോക്കൂ. മദ്രസയിൽ പഠിക്കുന്ന കുട്ടികളുടെ കണക്കെടുത്ത് പരിശോധിച്ച് നോക്കൂ. അത് രണ്ടുമല്ലേ അതിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ. ആ 2 കാര്യങ്ങൾ പരിശോധിച്ചാൽ ബോധ്യപ്പെടും ഇന്നും കേരളക്കരയിൽ ഏറ്റവും കൂടുതൽ സ്ഥാപനങ്ങൾ നടത്തുന്നത് സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമയാണ്. കേരളക്കരയിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ മതം പഠിക്കുന്നത് സമത്വയുടെ സ്ഥാപനങ്ങളില്ല. എന്നാൽ സമത്വക്കാർ ഭൗതിക വിദ്യാഭ്യാസ രംഗത്ത് സമൂഹത്തെ പുറകോട്ട് നയിച്ചു എന്ന് പറഞ്ഞു. സമത്വ രൂപീകരിക്കുന്ന കാലഘട്ടത്തെക്കുറിച്ച് എന്റെ മുമ്പിലിരിക്കുന്ന സഹോദരങ്ങളെ ഓർത്തു നോക്കൂ. ആ കാലഘട്ടത്തിലെ ആലിമീങ്ങൾ സമത്വയുടെ ഭരണഘടനയിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തി. സമത്വയുടെ ഭരണഘടനയിലുണ്ട്, വിദ്യാഭ്യാസ ബോർഡിന്റെ ഭരണഘടനയിലുമുണ്ട്. മതവിദ്യാഭ്യാസത്തിന് കോട്ടം തട്ടാത്ത വിധം ഭൗതിക വിദ്യ പ്രോത്സാഹിപ്പിക്കണം. മതവിദ്യക്ക് കോട്ടം തട്ടാത്ത വിധം ഭൗതിക വിദ്യ പ്രോത്സാഹിപ്പിക്കണം. നമ്മളാ പ്രോത്സാഹിപ്പിച്ചത്. ഇപ്പോഴത്തെ കേരളത്തിന്റെ ഭൗതിക ഭൂമിക നോക്കുന്നത് നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് തന്നെ തിരുത്തൽ ശക്തികളായി സമത്വം മുന്നോട്ട് വന്നില്ലേ? നിങ്ങളൊന്ന് പരിശോധിച്ചാൽ കാണാൻ കഴിയും. കേരളക്കരയിലെ ചരിത്രം പരിശോധിക്കും നിങ്ങൾ. നമ്മുടെ കേരളത്തിലെ സ്വതന്ത്രമായ ഒരു ഇസ്ലാമിക യൂണിവേഴ്സിറ്റി, ദാറുൽ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയെ കുറിച്ച് പഠിച്ചു നോക്ക്. സ്വതന്ത്രമായ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി. ഞാൻ പ്രസംഗിക്കുന്നത് മഞ്ചേരി നഗരത്തിന്റെ ഹൃദയഭാഗത്താണ്. ചിന്തയും ബുദ്ധിയുമുള്ള ചിന്തകന്മാരായ ആളുകൾ കേരളക്കര ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചതിന്റെ ചരിത്രമെന്ന് പഠിച്ചു നോക്ക്. സമത്വക്കാരായി നടന്ന മഹാനായ CH ഹൈദ്രോസ് മുസ്ലിയാർ, മഹാനായ MM ബഷീർ മുസ്ലിയാർ, സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങൾ, അവരെ കണ്ടുപഠിച്ച ബഹുമാനപ്പെട്ട ബാപ്പുട്ടി ഹാജി സാഹിബ്,
ഈ ആളുകൾ കൂടിച്ചേർന്നുകൊണ്ട് കേരളത്തിലെ ജനസമൂഹത്തെ ഉത്ബോധിപ്പിച്ചുകൊണ്ട് സുന്നി മഹല്ല് ഫെഡറേഷൻ എന്ന് പറയുന്ന പള്ളി മെഹ്റാബുകളിലും ഇമാമുമാരും മുഅല്ലിമീങ്ങളും നാട്ടിലെ പള്ളി കമ്മിറ്റിക്കാരും ചേരുന്ന ഒരു സഭ, പള്ളിയും മദ്രസയും കൊണ്ടു നിറഞ്ഞിരുന്നൊരു സമൂഹം, ആ ഫെഡറേഷന്റെ കൂട്ടായ്മ ഇന്ന് മനോഹരമായ ഒരു യൂണിവേഴ്സിറ്റി കേരളത്തിൽ സ്ഥാപിച്ചിരിക്കുന്നു. ആരാ വിദ്യാഭ്യാസത്തിന്റെ നവോത്ഥാന നായകന്മാർ? ആ സ്ഥാപനത്തിൽ കേരളത്തിന്റെ വിദ്യാഭ്യാസ രീതിയെ തന്നെ പൊളിച്ചെഴുതാൻ നമുക്ക് പറ്റിയില്ലേ? SSLC പരീക്ഷ പാസ്സാവാതെ നമ്മുടെ കേരളത്തിൽ ഡിഗ്രിക്കും PGക്കും പഠിക്കുന്ന കുട്ടികൾക്ക് ഒരു പ്രോപ്പർ ചാനലുണ്ട്. ആ ചാനലിലൂടെ പോയി മാത്രം പഠിച്ച പാരമ്പര്യമേ നമുക്കൊക്കെയുള്ളൂ. നമ്മളൊക്കെ അങ്ങനെ പഠിച്ചവരാ. ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചുകൊണ്ട് 11.5 വയസ്സ് പ്രായമാകുമ്പോ 5ാം തരം മദ്രസയിൽ പഠിച്ച കുട്ടി ഏറ്റെടുക്കുമ്പോ ആ കുട്ടിയുടെ ഭൗതിക വിദ്യാഭ്യാസം എന്തെന്നവർ ചോദിച്ചില്ല. രക്ഷിതാവ് SSLC എഴുതിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ലെന്ന് പറഞ്ഞു. SSLC പരീക്ഷ, സെക്കൻഡറി സ്കൂൾ ലിവിംഗ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്ന SSLC, ആ സാധനമില്ലാതെ സമൂഹത്തിൽ ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന് വിശ്വസിക്കുന്ന അടിസ്ഥാന വിശ്വാസമുള്ള ആളുകൾ, മദ്രസയിൽ പഠിച്ചില്ലെങ്കിലും എന്റെ കുട്ടി 10ാം ക്ലാസ് പാസ്സാക്കണമെന്ന് ചിന്തിച്ചിരുന്ന ആളുകൾ, അത്തരമൊരു വിശ്വാസം വെച്ചുപുറത്തുന്ന സമൂഹത്തിന് മുമ്പിൽ അതൊന്നുമല്ലെന്ന് പറഞ്ഞുകൊണ്ട് ആ കുട്ടികളെ ഏറ്റെടുത്ത് അവർക്ക് മനോഹരമായി വിദ്യ പഠിപ്പിച്ച് ഇന്ന് ഇന്ത്യ മഹാരാജ്യത്തെ UGC അംഗീകരിച്ച ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിന്റെ ബിരുദവും ബിരുദാനന്തര ബിരുദവും അത് രണ്ടും കൊടുത്തുകൊണ്ട് വളർത്തിക്കൊണ്ടുവന്ന കുട്ടികളെ, SSLC പരീക്ഷയ്ക്കിരിക്കാത്ത കുട്ടികൾ തന്നെ ഡിഗ്രി നേടി, PG നേടി, PhD നേടി. എത്ര ഗവേഷണ വിദ്യാർത്ഥികളുണ്ട് അവിടുന്ന് പുറത്തു വന്നിട്ട്? ആ സ്ഥാപനത്തിന്റെ സന്തതികൾ ഒരുപക്ഷെ എന്റെ ശബ്ദം കേട്ട് നിൽപ്പുണ്ടാകും. കേരള ഗവൺമെന്റ് സർക്കാർ ചെലവിൽ ഒരു യൂണിവേഴ്സിറ്റി ഉണ്ടാക്കി മലപ്പുറത്ത്. തുഞ്ചൻ പറമ്പിൽ ഭാഷയുടെ പിതാവായ തുഞ്ചത്തെഴുത്തച്ഛന്റെ നാട്ടിൽ ഭാഷയുടെ പിതാവെന്ന് തുഞ്ചത്തെഴുത്തച്ഛനെ പറയുമ്പോൾ പോലും നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യമുണ്ടതിരിക്കട്ടെ. മലയാള ഭാഷയ്ക്ക് ആദ്യമായി ഒരു മനോഹരമായ ഒരു സാംസ്കാരിക കവിത സമ്മാനിച്ച ഖാദി മുഹമ്മദ് ബിൻ അബ്ദുൽ അസീസ് എന്ന് പറയുന്ന മഹാൻ, കേരളത്തിലെ ആദ്യത്തെ ചരിത്രം, അതല്ലെങ്കിൽ മനോഹരമായ ഒരു അറബി കവിത, അത് മലയാള ഭാഷയിൽ ഏതൊരാൾക്കും മലയാളത്തിൽ പാടാവുന്ന വിധമുള്ള ഖാദി മുഹമ്മദിന്റെ കവിത സാഹിത്യ സമ്പന്നമാണ്. മലയാള ഭാഷയിൽ ഇത്ര മനോഹരമായ സാഹിത്യ സൃഷ്ടി ചരിത്രത്തിൽ മറ്റൊന്നില്ല. അതിനെ അവഗണിച്ചുകൊണ്ടാണ് പിന്നീട് വന്നത് നമ്മുടെ രാജ്യത്തെ ഏറ്റവും ആദ്യത്തെ കവിതയാണെന്നും ഏറ്റവും ആദ്യത്തെ ചരിത്രമാണെന്നും നമ്മുടെ സാഹിത്യകാരന്മാർ എഴുതി വെച്ചത്. ആ ഭാഗത്തേക്ക് ഞാൻ കടന്നു പോകുന്നില്ല. വൈകാരികമായിട്ടല്ല പറയുന്നത്, വൈചാരികമായി തന്നെയാണ് പറയുന്നത്. വിവേകശൂന്യമായിട്ടല്ല, വിവേകത്തോടെ തന്നെയാണ് പറയുന്നത്. ചരിത്രം അംഗീകരിക്കുമെങ്കിൽ നേരത്തെ ഇറക്കിയത് ഏതെന്ന് പരിശോധിക്കണം. മൊഹീദ്ദീൻമാരുടെ സംസ്കാരത്തെ അംഗീകരിക്കുന്ന സാഹിത്യകാരന്മാരുണ്ടല്ലോ ഇവിടെ. ആ സംസ്കാരത്തെ അവർ അംഗീകരിക്കും. പക്ഷേ അതിന്റെ തത്വത്തെ അംഗീകരിക്കാൻ പ്രയാസമുള്ള ആളുകളുണ്ട്. ഏതുപോലെ മഹാനായ മഖ്ദൂം തങ്ങളുടെ ചരിത്രം അംഗീകരിക്കും. മഖ്ദൂം ഒന്നാമനാണ് തഹ്രീർ വഹ്റുൽ ഈമാൻ എഴുതിക്കൊണ്ട് പോർച്ചുഗൽ ആധിപത്യത്തിന്റെ ധീരമായി ശബ്ദിച്ചത്. മഖ്ദൂമിന്റെ തോഫത്തുൽ മുജാഹിദീൻ രണ്ടാമത്തെ മഖ്ദൂം എഴുതിയപ്പോ പോർച്ചുഗൽ ആധിപത്യത്തെ ചെറുക്കുന്നവർക്കുള്ള പാരിതോഷിക ഗ്രന്ഥത്തെ സമൂഹം അംഗീകരിക്കും. ചർച്ചകളിലും സെമിനാറുകളിലും മഖ്ദൂമുമാരെ പ്രത്യേകം ഉയർത്തി പറയും, അവരെ പുകഴ്ത്തി പറയും. പക്ഷേ ഇതേ ഒന്നാമത്തെ മഖ്ദൂമിന്റെ കൈകൾ കൊണ്ട് മങ്കൂസ് മൗലിദ് ക്രോഡീകരിച്ചു, അത് അംഗീകരിച്ചുകൂടാ. രണ്ടാമത്തെ മഖ്ദൂം ഫത്ഹുൽ മുഈൻ എഴുതി, അത് അംഗീകരിച്ചുകൂടാ. ഒന്ന് അംഗീകരിച്ചുകൊണ്ടും തള്ളിക്കൊണ്ടുമുള്ള ഈ പ്രവർത്തനം, ഈ ഒരു വൈകാരികമായ സമീപനം, ഒന്നിനോട് വികാരപരമായ സമീപനം, മറ്റൊന്നിനോട് വിവേകശൂന്യമായ സമീപനം, ഇത് അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന് നിരക്കുന്നതാണോ, ചരിത്രത്തിന് നിരക്കുന്നതാണോ പരിശോധിക്കാൻ ഞാൻ തിരിച്ചു വരുന്നു പറഞ്ഞ വിഷയത്തിലേക്ക്. ഈ കേരളക്കരയിൽ തുഞ്ചത്തെഴുത്തച്ഛന്റെ നാട്ടിൽ മലയാള സർവകലാശാല വന്നപ്പോ, ഗവൺമെന്റ് ചെലവിൽ സർവകലാശാല വന്നപ്പോ, നമുക്ക് അഭിമാനകരമായി മലയാള ഭാഷയ്ക്ക് മനോഹരമായ സ്ഥാനം കൊടുത്തുകൊണ്ട് യൂണിവേഴ്സിറ്റി വന്നപ്പോ, ആ യൂണിവേഴ്സിറ്റിയിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ആരാ? പരിശോധിച്ചു നോക്ക് നിങ്ങൾ. ദാറുൽ ഹുദയിൽ നിന്നും പഠിച്ചു വന്ന ഒരു ഹുദവി, ദാറുൽ ഹുദയിൽ നിന്ന് പഠിച്ചു വന്ന കുട്ടി മലയാള സർവകലാശാലയുടെ അസിസ്റ്റന്റ് പ്രൊഫസർ. PSMO കോളേജിൽ നോക്ക് നിങ്ങൾ, അവിടെ ഒരു ഡിപ്പാർട്ട്മെന്റിന് തലപ്പത്തിരിക്കുന്ന അസിസ്റ്റന്റ് പ്രൊഫസർ ആര്? ദാറുൽ ഹുദയിൽ നിന്നുള്ള കുട്ടി. എത്ര കുട്ടികൾ PhD നേടി ഉയർന്നു പോയി, ഡിഗ്രിയും PGയും നേടി ഉയർന്നു പോയി. സമാന്തര വിദ്യാഭ്യാസ രംഗത്തൊരു പുതിയ യൂണിവേഴ്സിറ്റി കൊണ്ടുവന്നുകൊണ്ട് സമൂഹത്തിന് സമർപ്പണം ചെയ്തു. CIC എന്ന് പറയുന്ന കോർഡിനേഷൻ ഓഫ് ഇസ്ലാമിക് കോളേജസ്, അതിൽപ്പെട്ടൊരു കോളേജിന്റെ ബന്ധപ്പെട്ട വ്യക്തിയാണ് ബഹുമാനപ്പെട്ട റഹ്മാൻ ഫൈസി ഇവിടെ ഇരിക്കുന്നത്. അതിന്റെ കീഴിൽ പഠിക്കുന്ന കൊച്ചുകുട്ടികൾ നടത്തിയ നവോത്ഥാന വിപ്ലവം നോക്കുന്നത്. ലോകപ്രസിദ്ധ സർവകലാശാല അസ്ഹറിൽ നിന്നും 5 കുട്ടികൾ PhD നേടി ഡോക്ടറേറ്റ് നേടി പുറത്തു വന്നു. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ അതാ റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നു 4-5 കുട്ടികൾ, ഉന്നത ബിരുദധാരികളായ മക്കൾ. ഈ പ്രവർത്തനങ്ങൾക്കൊക്കെ ഇവരെ സജ്ജമാക്കുന്നത് നിങ്ങൾ ഈ താടിയും തലപ്പാവും വെച്ച് കാണുന്ന ഇതുപോലത്തെ പണ്ഡിതന്മാർ കിതാബ് പഠിച്ചുകൊണ്ട്, ഭാഷ പഠിച്ചുകൊണ്ട് ഈ സമൂഹത്തിന് മുമ്പിൽ ഡിഗ്രിയും PGയും PhDയും എടുക്കുന്ന ഒരു തലമുറ കൈവന്നു. പട്ടിക്കാട് ജാമിഅ നൂരിയ അറബി കോളേജിന്റെ ജൂനിയർ സിലബസ് നോക്ക് നിങ്ങൾ.
ആ ജൂനിയർ സിലബസ് അനുസരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സമൂഹം. ഡിഗ്രി നേടുന്നു, PG നേടുന്നു, നല്ല പാണ്ഡിത്യവും നേടുന്നു. മതപരമായ വിഷയങ്ങൾ ആഴത്തിൽ പഠിച്ചുകൊണ്ട് തന്നെ റെസിഡൻഷ്യൽ സമ്പ്രദായത്തിൽ ഈ കുട്ടികളെ ഇരുത്തി പഠിപ്പിച്ചുകൊണ്ട് സമൂഹത്തിന് സമർപ്പണം ചെയ്യുന്ന ഏർപ്പാട്. തുല്യതയുണ്ടോ ഈ സംവിധാനത്തിന്? ഇവിടെ ഒരുപാട് നവോത്ഥാന നായകന്മാരുണ്ടല്ലോ. ഞാനിപ്പോ പറഞ്ഞ ഈ 3 പ്രൊഡക്റ്റുകൾക്ക് തുല്യമായ, അതല്ലെങ്കിൽ പള്ളി ദർസുകളിൽ ഇരുത്തിക്കൊണ്ട് പഠിപ്പിച്ച് ശരിക്കും റുസൂഖ് എന്ന് പറയുന്ന ആഴത്തിൽ വേരൂന്നിയ പഠനമുള്ള ഒരു സമൂഹത്തെ സമർപ്പിച്ചല്ലോ സമത്ത. ആ സമർപ്പിച്ച പണ്ഡിത സമൂഹത്തിന് തുല്യമായ ഒരു പണ്ഡിത സമൂഹത്തെ സമർപ്പിച്ച ഒരു സംഘടന പറയട്ടെ കേരളത്തില്. അത്തരമൊരു പണ്ഡിത നിരയെ കൊണ്ടുവരട്ടെ. കേരളത്തിലെ പുതിയ വിജയീ കക്ഷികളുടെ തലപ്പത്തിരിക്കുന്ന ആളുകൾക്ക് ഈ പണ്ഡിതന്മാരോട്, ഈ റുസൂഖ് എന്ന പണ്ഡിതന്മാരോട് കിടപിടിക്കുന്ന ഒരു സാംസ്കാരിക പൈതൃകം അവകാശപ്പെടാൻ കഴിയുമോ? ഭൗതിക രംഗത്തും കഴിയില്ല, മതരംഗത്തും കഴിയില്ല. മാത്രമല്ല, ബഹുമാനപ്പെട്ട ഉസ്താദ് നയിക്കുന്ന ജാഥയാണ് നമ്മുടെ മുമ്പിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ഈ രീതിയിൽ മതരംഗത്തും ഭൗതിക രംഗത്തുമുള്ള വൈജ്ഞാനിക വിപ്ലവം സൃഷ്ടിച്ച ഒരു സംഘടനയെ കേരളീയ മുസ്ലിം ഉമ്മത്തിന് മറക്കാൻ കഴിയുമോ? നിങ്ങൾ ഓർത്തു നോക്കൂ. ആ മഹിതമായ പാരമ്പര്യമാണ് നമ്മളെ വരക്കുന്നത്. ആ പാരമ്പര്യത്തിന്റെ അവകാശികളായ സമത്വ കേരള ജംഇയ്യത്തുലമയുടെ പ്രവർത്തകരെ ജനം വളരെയധികം നെഞ്ചേറ്റുകയും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തു. അതിനിടയ്ക്ക് ഈ ബഹുമാനമൊക്കെ ഇട്ടേച്ചു കളയുന്ന രീതിയിൽ അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബിന്റെ പേരിൽ വരെ വ്യാജം പ്രചരിപ്പിക്കുന്ന ആളുകൾ. ആ വ്യാജ പ്രചരണം ഈ സമൂഹത്തിൽ നടക്കാതെ പോകുമ്പോ പുതിയ ചില സാധനങ്ങൾ കൊണ്ടുവന്നുകൊണ്ട് സമൂഹത്തിൽ പ്രദർശിപ്പിക്കുന്ന ആളുകൾ, സയൻസത്തിന്റെ മുഖമുദ്രയുള്ള ചിഹ്നങ്ങൾ കൊണ്ടുവന്നുകൊണ്ട് സമൂഹത്തിൽ പ്രദർശിപ്പിക്കുന്ന ആളുകൾ, അവരൊക്കെ സമൂഹം കൈയൊടിക്കുന്ന കാലം കൈയൊടിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു എന്നാണ് ഈ സന്ദേശം സൂചിപ്പിക്കുന്നത്. ഒരു കാര്യം നിങ്ങൾ ഉറപ്പിച്ചു പറയുന്നു, ഈ ജാഥ നയിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ആലിക്കുട്ടി മുസ്ലിയാർ വരുമ്പോ ഈ വഴിനീളെ കിട്ടിയ സ്വീകരണങ്ങളും നിങ്ങളെപ്പോലുള്ള ആവേശോജ്വലമായ പ്രകടനങ്ങൾ കാണുമ്പോ ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു, കാസർഗോഡ് നടക്കുന്ന മഹാസംഗമം ഇതിന്റെ തുടക്കത്തിൽ തിരുവനന്തപുരത്ത് വെച്ച മുഖ്യമന്ത്രി പോലും പറഞ്ഞ സമാപനം എങ്ങനെയായിരിക്കും? കാസർഗോഡ് സമത്വയുടെ അണികൾ ഒരു നിൽക്കുമ്പോ ഈ പാത്രക്കാരും അതുപോലെ തന്നെ ഈ വിഘടനവാദികളുമൊക്കെ ഈ സമൂഹം തീർത്തും അവരെ ഇരുത്തേണ്ടിടത്ത് ഇരുത്താൻ ഈ സമൂഹം സജ്ജമാണെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുമെന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, കാരണം ബഹുമാനപ്പെട്ട ഉസ്താദുകൾ എത്തിച്ചേർന്നിരിക്കുന്നു. ഇനി ഒരു പരിപാടി കഴിഞ്ഞ് വേണം ഗൂഡല്ലൂർ നമ്മുടെ സംസ്ഥാനത്തിന്റെ ഒരറ്റത്ത്, ഇത് എടക്കരയിൽ ഒരു യോഗം കഴിഞ്ഞിട്ട് വേണം അടുത്ത സംസ്ഥാനമാകുന്ന ഗൂഡല്ലൂരിലേക്ക് കടന്നിട്ട് പിന്നെ വയനാട്ടിലേക്ക് പോകാൻ. അപ്പൊ അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ഒറ്റ കാര്യമേ ഈ സന്ദർഭത്തിൽ പറയാനുള്ളൂ. ബഹുമാനപ്പെട്ട ഉസ്താദ് ഈ ജാഥ നയിച്ചുകൊണ്ട് തിരുവനന്തപുരം മുതൽ ഇവിടെ എത്തുമ്പോ നമ്മളൊക്കെ ഉയർത്തിപ്പിടിക്കുന്ന ഈ സന്ദേശം നമ്മുടെ പൂർവീകർ ഏറനാടിന്റെ മാപ്പള മക്കൾ ഉയർത്തിപ്പിടിച്ച സന്ദേശത്തിന്റെ ഒരു ആവേശോജ്വലമായ ഉയർത്തെഴുന്നേൽപ്പാണ് നമ്മളിവിടെ കാണുന്നത്. സാധനെക്കുറിച്ച് ഞാൻ പരിചയപ്പെടുത്തേണ്ടതല്ലോ. നമ്മുടെ രാജ്യത്തിന് വേണ്ടി ഇസ്ലാമിക മേഖലകളിൽ അന്താരാഷ്ട്ര വേദിയിൽ പ്രബന്ധങ്ങൾ അവതരിപ്പിക്കുവാനും അതുപോലെ തന്നെ പ്രതിനിധാനം ചെയ്യുവാനും അവസരമുണ്ടായി. ഈയിടെ അദ്ദേഹം സെനഗലിൽ പോയി. നമ്മുടെ രാഷ്ട്രത്തിന്റെ പ്രതിനിധിയായിട്ടാണ് അദ്ദേഹം പോകുന്നത്. മാത്രമല്ല, നിങ്ങൾ ഓർക്കണം, റാബിത്ത് സംഘടിപ്പിച്ച ഒരു പരിപാടിയിൽ ഇന്ത്യ മഹാരാജ്യത്തിന് ഏക പ്രതിനിധിയായി ഒരു പ്രബന്ധം അവതരിപ്പിച്ചുകൊണ്ട് അദ്ദേഹം ആ സദസ്സിനെ വളരെ മനോഹരമായി കേരളത്തിന്റെ സാംസ്കാരിക പൈതൃകം എടുത്തു ധരിച്ചുകൊണ്ട് അവതരിപ്പിച്ചു. അദ്ദേഹം തന്നെ അത് പറഞ്ഞിട്ടുണ്ട്. ചില ആളുകൾ എവിടെയെങ്കിലും ചില സമ്മേളനത്തിന് പുറപ്പെടുമ്പോഴേക്കും കൊട്ടിഘോഷിക്കുന്ന ആളുകളുണ്ട്. നമ്മളത് കൊട്ടിഘോഷിക്കാറില്ല. ഉസ്താദ് പങ്കെടുത്ത അന്താരാഷ്ട്ര വേദികളുടെ കണക്കും അദ്ദേഹം അവതരിപ്പിച്ച പ്രബന്ധത്തിന്റെ കണക്കുമൊക്കെ പറഞ്ഞാൽ ആ വ്യക്തിത്വത്തെക്കുറിച്ച് വളരെ വ്യക്തമായി ഈ സദസ്സ് അത്ഭുതം കൂറും. പക്ഷെ നമ്മളത് കൊട്ടിഘോഷിക്കാറില്ല. നമുക്കറിയാലോ, ആമ മുട്ടയിടുന്നതും കോഴി മുട്ടയിടുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ആമ 100 മുട്ടയിട്ടാൽ ആരും അറിയില്ല, കോഴി 1 മുട്ടയിട്ടാൽ ലോകം മുഴുവൻ അറിയും. അങ്ങനെ പ്രചണ്ഡമായ പ്രചരണം നടത്തിക്കൊണ്ട് സമൂഹത്തിൽ വെറും പ്രചരണം മാത്രമാക്കുന്ന ആളുകളുണ്ട്. പക്ഷേ ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ വളരെ ചെറിയ കാര്യമായിട്ടാണ് വിനയത്തിന്റെ പ്രതീകമായി അദ്ദേഹം കാണാറുള്ളത്. ഈ വിനയത്തിന്റെ സ്വഭാവം കൊണ്ട് തന്നെ അദ്ദേഹം പങ്കെടുക്കുന്ന പല പരിപാടിയിലും സെനഗലിലേക്ക് അദ്ദേഹം പുറപ്പെട്ടപ്പോൾ പോലും അതൊരു വലിയ വാർത്തയാക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ സമൂഹത്തിന്റെ സേവന പ്രക്രിയയിൽ ഒരുപാട് പണ്ഡിതന്മാരെ വാർത്തെടുത്ത, ജാമ്യയുടെ തലപ്പത്തിരുന്നുകൊണ്ട് ജൂനിയർ കോളേജുകളെ നിയന്ത്രിച്ചുകൊണ്ട്, സുന്നി യുവജന സംഘത്തെ നിയന്ത്രിച്ചുകൊണ്ട്, സമത്വയുടെ മുഷാവറിൽ നിന്നുകൊണ്ട് ആ മഹാനായ പണ്ഡിതൻ ചെയ്യുന്ന സേവന പ്രവർത്തനങ്ങൾ തീർച്ചയായും ഈ സമൂഹം അതിന്റെ പൈതൃകത്തെക്കുറിച്ച് അറിയുന്നതിന് ഉപകരിക്കുന്ന പ്രവർത്തനമാണെന്ന് സമുദായം തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് മഹാനവകൾ നയിക്കുന്ന ജാഥയെ സ്വീകരിക്കുന്നതിലൂടെ എത്തിച്ചേർന്ന ഈ ആളുകൾ ഈ ആവേശോജ്വലമായ പ്രവർത്തനം നിർത്തിവെക്കുന്നതിന് പകരം നമ്മുടെ സമ്മേളനത്തിന്റെ വിജയത്തിന് വേണ്ടി 17-16 തീയതി നടക്കുന്ന മഹാസമ്മേളനത്തിന്റെ വിജയത്തിന് വേണ്ടി നിങ്ങളൊക്കെ പുറപ്പെടാനും ആ സമ്മേളന നഗരി ജനനിബിഡമാക്കുവാനും
നമ്മുടെ പൈതൃകം ഉറക്കെ പ്രഖ്യാപിക്കുന്ന മഹാസമ്മേളനത്തിന് സാക്ഷികളാകുവാനും തയ്യാറാകണം എന്ന് വിനയപൂർവ്വം അപേക്ഷിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമമിടുന്നു. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.